കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രധാനപ്പെട്ട പല വാർത്താ ചാനലുകളുടെയും വാർത്താ കാർഡുകൾ, സോഷ്യൽ മീഡിയ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ഫേസ്ബുക്കിൽ. അത് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള വലിയ ആരോപണമായി മാറുകയും ചെയ്തു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി MDMA കേസിൽ അറസ്റ്റിലായതോടുകൂടിയാണ്. ആ വാർത്തയുടെ കാർഡ് മെറ്റ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് പ്രത്യേകമായി വാർത്തയായി ഉയർന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പല കാർഡുകളും വി ഡി സതീശനുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി. അത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റേതല്ല, പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇത്തരത്തിലുള്ള വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി, ആരോപണങ്ങളെല്ലാം കൂടി മുഖ്യമന്ത്രി വി ഡി സതീശനിലേക്ക് എത്തുകയും ഇന്ന് അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു. മെറ്റയിൽ നിന്ന് അല്ലെങ്കിൽ മെറ്റയെ സ്വാധീനിച്ചുകൊണ്ട് ഒരു വാർത്ത നീക്കാനുള്ള കഴിവ് തനിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, അങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആ പരാതിയോടൊപ്പം ഈ സർക്കാരും ഉണ്ടാകും, താനും വേണമെങ്കിൽ മെറ്റയ്ക്ക് കത്തയച്ച് തരാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ജിമ്മി, യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഒന്നും അറിയാതെയാണോ ഈ കാർഡുകളൊക്കെ നീക്കം ചെയ്യപ്പെട്ടത്? അത് നമുക്കറിയില്ല. പക്ഷേ വി ഡി സതീശൻ കരുതുന്നത് പോലെ ഇങ്ങനെയൊന്നും പോസ്റ്റ് നീക്കം ചെയ്യാൻ, മെറ്റയിലെ പോസ്റ്റ് നീക്കം ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് ഞാൻ എന്ന് പറയുന്നത് തെറ്റാണ്. വി ഡി സതീശൻ അറിഞ്ഞുകൂടെങ്കിൽ വി ഡി സതീശൻ അറിഞ്ഞിരിക്കുക. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ നിഷ്പ്രയാസം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇത് സംബന്ധിച്ച കാർഡുകളോ ഒക്കെ സോഷ്യൽ മീഡിയയിലെ വിവിധ സ്ഥലങ്ങളിൽ വരുന്ന സാധനങ്ങൾ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പ്രത്യേകത. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആ നിയമം മാറിയിട്ട് കുറച്ച് കാലമായി. അത് യഥേഷ്ടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉപയോഗിച്ചു കൊണ്ടുമിരിക്കുകയാണ്. അത് ഏറ്റവും ഗംഭീരമായി ഉപയോഗിക്കുന്നത് മോദി സർക്കാരാണ്. പലയിടത്ത് പല തവണ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വാർത്ത മാത്രമല്ല, യൂട്യൂബ് ചാനലുകൾ തന്നെ പൂട്ടിച്ചിട്ടുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ റദ്ദാക്കിച്ചിട്ടുണ്ട്. മുമ്പ് പല രീതിയിലായിരുന്നു ഇത്. പരാതി കൊടുക്കുക, മെറ്റയ്ക്ക് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയ്ക്ക് പരാതി കൊടുക്കുക, അവരത് കേൾക്കുക, അതിനുശേഷം റദ്ദാക്കുക. ഇതിപ്പോൾ ഒന്നും വേണ്ട. അതായത് IT ആക്ടിലെ സെക്ഷൻ 79 അനുസരിച്ച് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സഹയോഗ് ആപ്പ് എന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സഹയോഗ് ആപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നോഡൽ ഓഫീസർ, കേന്ദ്ര ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലെ ആളുകൾ, അതിനും ഡെസിഗ്നേറ്റഡ് ആളുകളുണ്ട്, പിന്നെ ചില കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളിലെ ഓഫീസർമാർ, ഇവർക്കെല്ലാവർക്കും നേരിട്ട് ഈ സഹയോഗ് ആപ്പിൽ കയറി അതിൻ്റെ URL ഒഴിവാക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ URL അടിച്ചു കൊടുത്താൽ നിമിഷങ്ങൾക്കകം, അതായത് എനിക്കൊന്ന് 3 മണിക്കൂറിനകം മെറ്റയാണെങ്കിൽ മെറ്റ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്നപ്പോൾ X ആണെങ്കിൽ അവരത് മാറ്റിയിരിക്കണം. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അതായത് IT ആക്ടിലെ ഭേദഗതിക്ക് ശേഷം അങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ഒരു നിയമം ഉപയോഗിച്ച് എത്രയോ നാളായി എന്തൊക്കെ കാര്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വി ഡി സതീശൻ പറയുന്നത് ശരിയല്ല, അത് അദ്ദേഹത്തിന് അറിയാത്തതുമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിനയം കാണിച്ചതാണ്. ഇനി വി ഡി സതീശൻ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, അത് തെളിയിക്കപ്പെടണം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തെളിയിക്കപ്പെടുകയുമില്ല. ഒരു കാരണവശാലും ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥ നമുക്കുണ്ടായി. മീഡിയ വണ്ണിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒരു ദിവസം രാവിലെ രായ്ക്ക് രാമായണം അപ്രത്യക്ഷമാവുകയാണ് ഏപ്രിൽ മാസത്തിൽ. എന്താ കാരണം? അത് നിയമപരമായ കാരണങ്ങളാൽ ആവശ്യപ്രകാരം കൺസേൺഡ് അതോറിറ്റിയുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ പേജ് നീക്കം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആരോട് ചോദിക്കാൻ? ആർക്കും അറിയില്ല. അതോറിറ്റി ആരോടെന്ന് പറയില്ല. നമ്മളിതൊരു കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആരാണ് അതോറിറ്റി എന്ന്, മെറ്റയാണ് നമ്മുടെ എതിർകക്ഷി, മെറ്റ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ കേസ് കൊണ്ടൊരു ഗുണമുണ്ടായി. 4-ാം ദിവസം എങ്ങനെയാണോ ഫേസ്ബുക്ക് പേജ് തിരിച്ചു പോയത് അത് തിരിച്ചു തന്നു. പക്ഷേ കേസ് ഇപ്പോഴും നടക്കുകയാണ്, ഇപ്പോഴും പറഞ്ഞിട്ടുള്ള ആരാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നെങ്കിൽ ആർക്കോ വളരെ അതിബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഉടനെ പുറത്തു വരും. എന്തായാലും ഇത് എളുപ്പം നടക്കും, അത് നിയമപരമായ യുദ്ധങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ രീതി. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് Xനെയും മെറ്റയും ഒക്കെ വരുതിയിൽ നിർത്തിയതെന്ന് ചോദിച്ചാൽ പുതിയ നിയമമാണ്. പുതിയ നിയമം അനുസരിച്ച് ഫേസ്ബുക്കിലായാലും Xലായാലും വേറെ ഏതെങ്കിലുമൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയയിലായാലും നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ അത് കുഴപ്പമാണെന്ന് സർക്കാരിന് തോന്നിയാൽ സർക്കാർ നിങ്ങൾക്ക് നിയമ നടപടിക്ക് പോകും.
ആ നിയമ നടപടി ആ പോസ്റ്റിൻ്റെ ഉപജ്ഞാതാവിന് മാത്രമല്ല, അത് ഹോസ്റ്റ് ചെയ്ത മറ്റേ സുക്കർബർഗ് അടക്കം കേസിൽ പ്രതിയാവും എന്നുള്ളതാണ് സർക്കാരിൻ്റെ പുതിയ നിയമം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിമിഷങ്ങൾക്കകം ഇത് മാറ്റിയില്ലെങ്കിൽ നിന്നെ പിടിച്ചകത്തിടും. ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരൊറ്റ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ, അത് എക്സാണ്. എക്സ് അല്ല, ട്വിറ്റർ ആയിരുന്ന ആ സമയത്ത്. ഇപ്പോൾ എക്സ്. ട്വിറ്റർ കേസിന് പോയി അവസാനം 2025 എനിക്ക് തോന്നുന്നു കർണാടകത്തിലാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിൽ ആ കേസ് തോറ്റു. അതോടുകൂടി ആ സംഭവം അവസാനിക്കുകയും എല്ലാവരും കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു. ഇതൊരു കരു നിയമമാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് വളരെ ഓട്ടോമാറ്റിക്കായി ഈ അടുത്ത കാലത്ത് മോദിക്കെതിരെ ചില നീക്കങ്ങൾ മെറ്റയിലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. മോദിയുടെ ഒരു പോസ്റ്റ് നീക്കം ചെയ്തു, പിന്നെ വന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോൾ മോദിക്കെതിരെയോ സംസ്ഥാനത്തിലെ നേതാക്കന്മാർക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ എന്തെങ്കിലും വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി നീക്കം ചെയ്യുന്ന എന്തോ ഒരു അൽഗോരിതം മെറ്റ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് കേരളത്തിൽ തെരഞ്ഞു പിടിച്ച് 3-4 സ്ഥാപനങ്ങളിലേ പോയിട്ടുള്ളൂ. ഇത്തവണ നമ്മുടേത് പോയില്ല, മീഡിയ വണ്ണിൻ്റെ പോയില്ല. കഴിഞ്ഞ തവണ മീഡിയ വണ്ണിൻ്റെ മാത്രമേ പോയുള്ളൂ. അന്ന് പേജ് തന്നെ പോയി. അപ്പോൾ ഇതെന്തോ വളരെ ദുർഗ്രഹമായ എന്തോ ഒരു സാധനം പുറകിൽ നടക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി എല്ലാം അപ്രത്യക്ഷമാകുന്ന സാധനവുമല്ല. ആരോ പരാതി കൊടുത്തിട്ടുണ്ട്, അത് സഹയോഗ് ആപ്പിൽ കയറി തന്നെയാണ് കൊടുത്തത്. ആ പരാതി കൊടുത്തയാൾക്ക് നല്ല വൃത്തിയായി അറിയാം അടുത്ത കാലത്തെങ്ങും ഇത് പുറത്തു വരാൻ പോകുന്നില്ല. മെറ്റയുടെ അടുത്ത് വിവരാവകാശം ചോദിച്ചാൽ നടക്കുമോ? മെറ്റയ്ക്ക് വിവരാവകാശം ബാധകമാണ്? അല്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കേരളത്തിലെ ഈ സഹയോഗ് ആപ്പിൽ കയറി ഇങ്ങനെയൊക്കെ മെയിൽ കൊടുക്കാൻ സാധ്യതയുള്ള അവകാശപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കാണും. ആ ഉദ്യോഗസ്ഥൻ അയാളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക. ആ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് വിവരാവകാശം കൊടുത്തു നോക്കാം. അപ്പോഴും രഹസ്യത്തിൻ്റെ ഒരുപാട് മടക്കുകൾക്കിടയിൽ കിടക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് ഇതറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭരണാധികാരികൾക്ക് ഇരുട്ടത്തിരുന്ന് യുദ്ധം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സംവിധാനമായി ഈ പുതിയ നിയമം മാറുകയാണ്. അത് വിതച്ചത് അമിത്ഷായും മോദിയുമാണ്. അതിൻ്റെ ഗുണം ഭരണം കൈയാളുന്ന എല്ലാ സംസ്ഥാനമായാലും കേന്ദ്രമായാലും എല്ലായിടത്തെയും ആളുകൾക്കുണ്ട്. നിഷ്പ്രയാസം നിങ്ങൾ എന്ത് എഴുതുന്നോ അത് അപ്രത്യക്ഷമാക്കാനുള്ള കഴിവ് ഇന്ത്യയിലെ ഭരണകൂടത്തിന് കിട്ടിക്കഴിഞ്ഞു. അതാണ് സത്യം. സതീശൻ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ ഇത് അപ്രത്യക്ഷമാക്കാൻ യാതൊരു തരവുമില്ല. അതുകൊണ്ട് സംശയം ഇപ്പുറത്തെ വശത്താണ് തൂങ്ങി നിൽക്കുന്നത്. അജിംസ്, ഇപ്പം സതീശൻ പറഞ്ഞത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും, ഇന്നും ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സെൻസർ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ അവസ്ഥയെ നമ്മളെങ്ങനെ കാണണം? ഈ രവിശങ്കർ പ്രസാദ് IT മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഈ സാമൂഹിക മാധ്യമങ്ങൾ കൊണ്ടുള്ള തലവേദന മോദി സർക്കാരിന് അലട്ടാൻ തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പകരം അവിടെ രാജീവ് ചന്ദ്രശേഖറാണ് പിന്നെ മന്ത്രിയായിട്ട് വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴാണ് പുതിയ IT ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും പരിധിയിൽ നിർത്താനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നു, നിയമത്തിൽ തന്നെ ഭേദഗതി കൊണ്ടുവരുന്നു. അപ്പോൾ അന്ന് തന്നെ അത് വലിയ ചർച്ചയായതാണ്. അതായത് പ്ലാറ്റ്ഫോമുകളെ, ഈ കണ്ടൻറ് ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെ ഇതിൽ കേസിൽ പ്രതികളാക്കുന്നു എന്നുള്ള ഭീഷണിയാണ്. ട്വിറ്ററാണ് അന്ന് എതിർത്ത് നിന്നത്. ട്വിറ്റർ ആ കേസിൽ തോറ്റു. പിന്നെ നമ്മൾ കാണുന്നത് ട്വിറ്റർ മാത്രം എതിർത്ത് എന്ന് പറഞ്ഞാൽ മറ്റത് മെറ്റയാണ്. മെറ്റ എല്ലാ കാലത്തും മോദി സർക്കാരിൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. അത് ഫേസ്ബുക്ക് ആവട്ടെ, ഫേസ്ബുക്ക് തുടങ്ങുന്ന സമയത്ത്, ഫേസ്ബുക്ക് കോർപ്പറേഷൻ ആയിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇന്ത്യ വിഭാഗം BJPയുമായിട്ട് എങ്ങനെയാണ് കൈകോർത്തുകൊണ്ട് അവരുടെ ക്യാമ്പയിനെ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ വിദ്വേഷ പ്രചാരണത്തിന് ഈ പറയുന്ന BJP IT സെല്ലിനും സംഘപരിവാർ ഗ്രൂപ്പുകൾക്കും എങ്ങനെയാണ് വിദ്വേഷ പ്രചാരണത്തിന് ഫേസ്ബുക്ക് സഹായകരമായിട്ടുള്ള നിരവധി പഠനങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവരതിനെ സഹായിക്കുന്നത്. ഇപ്പോൾ നൗഫലിന് ഒറ്റ നോട്ടത്തിൽ ഹെയ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യം ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ. ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അവർ പറയും ദിസ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് അവർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് മറുപടി വരും. നമുക്ക് പച്ചയ്ക്ക് വിദ്വേഷമാണ്, ഏതെങ്കിലും സാമൂഹിക വിഭാഗത്തിനെതിരെയുള്ള വിദ്വേഷം അല്ലെങ്കിൽ വംശീയമായ വിദ്വേഷം, പച്ചത്തെറി, ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്ത് നോക്കുക. ഇത് നീക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് നോക്കുക. അവർ നീക്കില്ല. കാരണം അത് അവരുടെ പോളിസി ആരുമായിട്ട് അലൈൻ ചെയ്താണ് പോകുന്നത്, BJPയായിട്ട് അലൈൻ ചെയ്താണ് പോകുന്നത്. അത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ മെറ്റയ്ക്ക് എവിടെയാണ് പണി പാളിയെന്ന് വെച്ചാൽ അത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്സിനും ഇപ്പോൾ പ്രശ്നമില്ല. എക്സും എന്താണ് സർക്കാരുമായി കൂട്ടിയേർന്നതിനാണ് പോകുന്നത്. എക്സിനും ഫേസ്ബുക്ക് പ്രശ്നം ഇൻസ്റ്റാഗ്രാമിലാണ്. അതായത് ഈ 3 ദിവസത്തിനകം കണ്ടൻറ്റ് നീക്കം ചെയ്യണമെന്നുള്ള ഭേദഗതി കൊണ്ടുവന്നിട്ടൊരു 5-6 മാസമായിട്ടുള്ളൂ. 2026 തുടക്കത്തിലോ അല്ലെങ്കിൽ 2025 തുടക്കത്തിലോ മറ്റുമാണ്. അപ്പോൾ ആ സമയത്ത് അത് എന്തിനാണ് അത്ര കടുപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റയാണ് പ്രധാനപ്പെട്ട
സാമൂഹിക മാധ്യമമായി ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് അത് ഫേസ്ബുക്കും ട്വിറ്ററും ആയിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോഗ്രഫി മാറുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 60%-ലധികം യുവാക്കളാണ്, 60%-ഓളം യുവാക്കളാണ്. യുവാക്കൾ ഈ എക്സിലോ ഫേസ്ബുക്കിലോ അല്ല, അവർ ഇൻസ്റ്റയിലാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇൻസ്റ്റയെ പറ്റി ഉണ്ടായിരുന്ന ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണെന്നുള്ളതാണ്. ആൾ റീല് കാണുക, രസിക്കുക. അതിനപ്പുറം ജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്, ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ അല്ല. ട്വിറ്ററിലും ഫേസ്ബുക്കിലും കുറേ അമ്മാവന്മാരാണുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ പ്രധാനമായും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. അത് റീല് വഴിയാകാം, എന്താവാം. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ കേന്ദ്രം എന്ത് ചെയ്യുന്നത്, കേന്ദ്രത്തിന് ഫേസ്ബുക്കിലും ട്വിറ്ററിലും നല്ല ഹോൾഡ് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റ അവർ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇൻസ്റ്റ യഥാർത്ഥത്തിൽ അവർ ഇൻസ്റ്റയെ പ്രോത്സാഹിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? മുമ്പ് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിക്ടോക്കിൽ രാജ്യത്തെ എല്ലാ ടൈപ്പ് ജനങ്ങളും, എല്ലാ ക്ലാസ്സിൽപ്പെട്ട ജനങ്ങളും ടിക്ടോക്കിൽ സജീവമായിരുന്നു. ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോഴും ഓർക്കും ഏറ്റവും കൂടുതൽ വൈറലാവുന്ന കണ്ടൻറ്റൊക്കെ ഏതെങ്കിലും കുടിലിന് മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. ഈ ടിക്ടോക്ക് അങ്ങ് നിരോധിച്ചു. ഈ മെറ്റയുടെ തന്നെ ഇൻസ്റ്റയെ പ്രോത്സാഹിപ്പിച്ചു ടിക്ടോക്കിന് പകരം. അപ്പോൾ കേന്ദ്രം വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ ആളുകൾ കുറേ റീല് കാണും, കുറേ സിനിമാ ക്ലിപ്പുകൾ കാണും, തമാശ കാണും, അതിൽ മയങ്ങിയിരിക്കും. സർക്കാരിന് അത് ഭയങ്കര ഇഷ്ടമാണ്, ജനങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നത്. കാരണം അവർ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവർ ശ്രദ്ധിക്കില്ലല്ലോ. പെട്രോളിന് വില കൂടുന്നത് ശ്രദ്ധിക്കില്ല, ഗ്യാസിന് വില കൂടുന്നത് ശ്രദ്ധിക്കില്ല. ഇവർ റീല് കണ്ടുകൊണ്ടിരുന്നുള്ളൂ എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു മോണിറ്ററിങ്ങിന് അപ്പുറത്തേക്ക് ഇൻസ്റ്റ വളർന്നുപോയി. ഇൻസ്റ്റ വളർന്നത് മെറ്റ അത്ര ശ്രദ്ധിച്ചില്ല. മെറ്റയ്ക്ക് കൂടുതൽ എൻഗേജ്മെൻ്റ് ആണ് കിട്ടുന്നത്. അവരതിലെ കണ്ടൻറ്റ് റെഗുലേറ്റ് ചെയ്യാനൊന്നും പോയില്ല. കാരണം കണ്ടൻറ്റ് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ നിന്ന് മടുത്ത് പുറത്തേക്ക് പോകും. മെറ്റ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ കഴിച്ചു വിട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ജന്തർ മന്ദറിലാണ്, CJP ആയിട്ടാണ്, സർക്കാരിനെതിരായിട്ടുള്ള റീലുകളാണ്. ഇത് അവരെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ചപ്പോഴാണ് ഈ മെറ്റയുടെ ആളെ വിളിച്ചു വരുത്തിയിട്ട് മാപ്പ് പറയിപ്പിച്ചത്. മാപ്പ് പറയിപ്പിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സകല സാധനം ജന്തർ മന്ദറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സകല റീലുകൾ നീക്കിക്കൊള്ളണം എന്ന നിർദ്ദേശമാണ് കിട്ടിയത്. നീക്കിയപ്പോൾ എന്ത് പറ്റി? ഇവർക്ക് അങ്ങനെ ഏതാണെന്ന് നോക്കിയിട്ടൊന്നും നീക്കാൻ പറ്റില്ല. കാരണം കോടിക്കണക്കിന് സാധനങ്ങളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരൊരു ആൽഗോരിതം സെറ്റ് ചെയ്യുന്നു, മോദിയുമായി ബന്ധപ്പെട്ട എല്ലാം കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. കളഞ്ഞപ്പോൾ എന്തായി? മോദിയുടെ വീഡിയോ തന്നെ പോയി. ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു ആൽഗോരിതം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ മൊത്തം നടപ്പാക്കുന്നുണ്ട്. ഈ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സതീശനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് മുകളിലേക്ക് URL കൊടുത്തിട്ട് നീക്കുന്നതല്ല. മൊത്തം തൂക്കിയേക്കാൻ പറയുന്നു. അപ്പോൾ തൂക്കുമ്പോൾ ഇതൊക്കെ പോകുന്നു. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിപ്പോൾ സതീശനെ അയച്ചു പറഞ്ഞതല്ല. സതീശന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സതീശന് വേണമെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റും. സതീശൻ ഒരു ഓട്ടോക്രാറ്റ് ആണെങ്കിൽ, അങ്ങനെ സ്വഭാവമുള്ള ആണെങ്കിൽ ഇതുപോലെ ഒരു എനിക്കെതിരുള്ള ഗംഗ തട്ടിയേക്ക് എന്ന് പറഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല, സാധനം എടുത്ത് കളയും. അപ്പോൾ ഈ തവണ നീക്കം ചെയ്യപ്പെട്ട ചാനലുകൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. അത് കുറേ കൂടി UDF സർക്കാരിനോട് ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥാപനങ്ങളുടെയാണ് പോയിട്ടുള്ള കൈരളി, ദേശാഭിമാനി, ന്യൂസ് മലയാളം, അങ്ങനെയുള്ള. അപ്പോൾ ഈ ന്യൂസ് മലയാളത്തിൻ്റെ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഹെഡായിട്ടുള്ള വിപിൻ പാണപ്പുഴ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് പോയിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്ന ഇത് സതീശൻ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് മറ്റെന്തൊക്കെ ഒരു ലാർജർ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് സതീശൻ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? സതീശനുമായി ബന്ധപ്പെട്ട എല്ലാം കളഞ്ഞേക്കാൻ ഒരു ആൽഗോരിതം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാകും. അതിൽ അനുകൂലമായതും പ്രതികൂലമായും അടിച്ചു പോകുന്നു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, തെലങ്കാന മുഖ്യമന്ത്രിയുടെ സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പല ഭാഷകളിലുള്ള മാധ്യമങ്ങൾക്ക് ഈ പ്രശ്നം നേരിടുന്നുണ്ട്. പ്രശ്നം ഇതൊന്നുമല്ല, പ്രശ്നം പാറ്റകളാണ്, യുവാക്കളാണ്. അവർ കൂടുതലായി എന്ത് ചെയ്യുന്നു? സർക്കാർ വിരുദ്ധമായ കണ്ടന്റുകൾ ഉത്പാദിപ്പിക്കുന്നു. ചാനൽ കാർഡുകളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു, അതിൽ അഭിജിത്തിക്കയുടെ പേരിലുള്ള കാർഡും പോയിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അതാണ് ദീപ്തിയാണ് യഥാർത്ഥ ലക്ഷ്യം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ കൊളാട്രൽ ഡാമേജാണ് സതീശനും അതുപോലെ ന്യൂസ് മലയാളത്തിനും കൈരളിക്കും ദേശാഭിമാനിക്കും സംഭവിക്കുന്നത്. ഇത് VD സതീശൻ എന്തെങ്കിലും തനിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള സാധനം മാറ്റാൻ അങ്ങനെ പറയില്ല എന്നല്ല പറയുന്നത്. മുഖ്യമന്ത്രി എന്നതിൽ സതീശൻ അങ്ങനെ അസർട്ടീവായിട്ട് പറയുന്ന ആൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാൾസ് ഇൻഫർമേഷൻ ഒരു ചാനൽ കൊടുത്തു, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നീക്കാൻ പറഞ്ഞേക്കും. പക്ഷെ തന്നെ വിമർശിക്കുന്ന ഒരു കാര്യം നീക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയെ പോലെ VD സതീശൻ അത് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവില്ല. ചെയ്യില്ല എന്നല്ല, നീക്കാൻ ആവശ്യപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് സംഭവം കുറേ കൂടി ലാർജറായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് മോദി സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. മോദി സർക്കാരിൻ്റെ അങ്കലാപ്പാണ് ഈ കാണുന്നത്. അത്രയധികം കണ്ടൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇൻസ്റ്റയിൽ, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ മെറ്റയ്ക്ക് ഒരുമിച്ചാണ് നിർദ്ദേശം കൊടുക്കുക. നിങ്ങളുടെ എവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയുണ്ടോ അങ്ങ് നീക്കിയേക്കാൻ പറയുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രം, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇപ്പോൾ ജന്തർ മന്ദർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പോയി കഴിഞ്ഞു. അവിടെ കൂടുതൽ റീൽസ് ഉണ്ടായിക്കുന്ന ആളുടെ ഐഡിയ തന്നെ പോയി കളഞ്ഞു. ഒന്നുമില്ലാതെ അവിടെ ആ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് പൊളിറ്റിക്കൽ കണ്ടന്റ് അല്ല, ഈ ഡേറ്റിംഗ് കണ്ടന്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പയ്യന്മാരുണ്ട്. അതായത് പെൺപിള്ളേരെ വളയ്ക്കാൻ ശ്രമിക്കുക, ഫ്ലേർട്ട് ചെയ്യുക, അങ്ങനെ
സമരവേദിയിൽ പോയി നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കണ്ടന്റ് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലും എടുത്തു കളഞ്ഞു, അതുപോലും സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ കണ്ണും മൂക്കും പൂട്ടിയിട്ട് ഈ കണ്ടന്റ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ. അതിനൊരു കൊളാട്ടറൽ ഡാമേജ് ആണ് ഇപ്പോൾ സതീശൻ അനുഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയം അതിനകത്ത് കൂടുതലുള്ളത് ഇത് ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നോക്കൂ, കേരളത്തിൽ ഈ കണ്ടന്റ് ചെയ്ത വേറെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഒന്നും സാധനങ്ങൾ പോയിട്ടുമില്ല. അത് പ്രത്യക്ഷമായി വീഡിയോ സർക്കാരിനോട് വളരെ ശക്തമായി എതിർക്കുന്നു എന്ന് പലരും കരുതുന്ന ചില മാധ്യമങ്ങളുടെ സെലക്റ്റീവായിട്ടാണ് പോയിരിക്കുന്നത്. അവിടെയാണൊരു സംശയം. അല്ലെങ്കിൽ ഇത് ശരിയായേനെ. അപ്പോൾ എനിക്കിപ്പോഴും അതിനകത്തൊരു വ്യക്തത വരാനൊരു അപ്പോൾ സംശയം. നമ്മുടെ പോകാത്ത നമ്മൾ UDF അനുകൂലിക്കുന്നതുകൊണ്ടാണ് എന്നാണ് എന്നായാലും കരുതുന്നതുകൊണ്ടോ ചിലപ്പോൾ ആയതുകൊണ്ടോ ആവാം. പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ട്. എന്നാൽ നമ്മളെന്താ പോകാത്തതെന്ന് ചോദ്യമുണ്ട്. ഒന്ന്. രണ്ട്, ഈ രത്തൻ കേൽക്കർ അങ്ങനെ അങ്ങ് നിഷ്കളങ്കനാക്കല്ലേ. അല്ല, വിചാരിക്കരുത്. ഈ രത്തൻ കേൽക്കർ ഇതിനു മുമ്പ് ഇതുപോലൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ ജോണി ലൂക്കോസ് BJPയുടെ സീലടിച്ച കത്തുണ്ടല്ലോ, അത് വലിയ കോൺട്രവേഴ്സിയായ വാർത്ത വന്നപ്പോൾ അന്നും ഇത് സംബന്ധിച്ച എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നീക്കം ചെയ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി സഹയോഗ ആപ്പ് വഴി തന്നെ പോയതാണ്. അപ്പോൾ വഴി അറിയാവുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, വ്യക്തമാകുന്നില്ല. എൻ്റെ ഒരു സംശയം ഇനി അങ്ങോട്ട് വ്യക്തമാകാനും പോകുന്നില്ല. കാരണം വിവരാവകാശ നിയമത്തിനൊക്കെ അപ്പുറത്തുള്ള ദുരൂഹമായ മെറ്റയും മറ്റതും മറിച്ചതൊക്കെയാണ് മറുവശത്ത് നിൽക്കുന്നത്. അതാണ് സംശയം.